പൊന്നാരന്റെ ചെങ്ങായിമാർ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയോ? ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും മനോഹരമായൊരിതാണ് തൂതപ്പുഴ. തൂതപ്പാലത്തിന്റെ സെന്ററിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കാല് എന്റെ പാലക്കാട് ജില്ലയില്, ഒരു കാല് എന്റെ മലപ്പുറം ജില്ലയില്, അങ്ങനെ ഞാൻ നിൽക്കുന്നത്. അതായത് ഇത് പാലക്കാട് ജില്ലയാണ്, ഇത് മലപ്പുറം ജില്ലയാണ്. രണ്ട് ജില്ലകളെ അതിർത്തി കടക്കുന്ന അതിമനോഹരമായ ഒരു പാലാണ് തൂതപ്പാലം. ഈ തൂതപ്പാലത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പാലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാലം വരുന്നോട് കൂടിയിട്ട് കേരളത്തിലെ പാലക്കാട്, കോഴിക്കോട് ഭാഗത്തു കൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും സുന്ദരമായ ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, എന്റെ തൊട്ടടുത്ത് കാണുന്ന ആ പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലാണ്. ആ പാലം അങ്ങനെ നിർത്തണമെന്നാണ് അധികാരികൾ ഉദ്ദേശിക്കണെന്നും ഈ പാലം അടുത്ത മാസത്തോട് കൂടിയിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കും. തൂതപ്പുഴയുടെ ശാന്തമായ ഒഴുക്കും അതിനു മുകളിലെ ഈ പാലങ്ങളും ചേർന്ന ദൃശ്യം ഏതൊരു സഞ്ചാരിയെയും ആകർഷണമാക്കുന്ന വിധത്തിലാണ് ഈ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. തൂതപ്പുഴയുടെ ഓളങ്ങൾക്കൊപ്പം കഥ പറയുന്ന ഈ പഴയ പാലം ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാനുണ്ട്. ബ്രിട്ടീഷ് കാലത്തെ നിർമ്മാണ വിസ്മയവും ഇനി വരാനിരിക്കുന്ന പുതിയ പാലത്തിന്റെ ആവേശവും ഒത്തുചേരുന്ന അതിസുന്ദരമായ ഒരിടമാണ് തൂതപ്പാലം. പഴമയുടെ ഗാംഭീര്യവും പുതുമയുടെ വേഗതയും കൈകോർക്കുന്ന തൂതയുടെ ഈ മണ്ണ് എന്നും ഒരു അത്ഭുതം തന്നെയാണ് നമുക്കേവർക്കും. ചരിത്രത്തിന്റെ കന്മതിലുകൾ തീർത്ത ഈ വിസ്മയം 1936 നവംബർ 9 തീയതിയാണ് നാടിനു വേണ്ടി സമർപ്പിച്ചത്. അന്ന് മദ്രാസ് ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ തുറന്നു കൊടുത്ത ഈ പാലം തൂതയുടെ മാറിലൂടെ ഇന്നും കരുത്തോടെ നമ്മെ ബന്ധിപ്പിക്കുന്നു. പഴയ കാലത്തെ ആ എഞ്ചിനീയറിംഗ് മികവിന്റെ കഥകൾ നമുക്ക് ഇനിയും ഒരുപാട് വിവരിക്കാനുണ്ട്. തൂതപ്പാലം, ഈ പാലം വന്നു കഴിഞ്ഞാല് വലിയ ഉപകാരമാണ് പാലക്കാട്ടേക്ക് പോണ വണ്ടിക്കാർക്കൊക്കെ. ഒരുപാട് കിലോമീറ്റർ ലാഭമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി, അവിടുന്ന് ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വണ്ടി കയറിയാൽ ബ്ലോക്കായി 1 മണിക്കൂറൊക്കെ അതിന്റെ മുകളിൽ വരും ബ്ലോക്കുകൾ. രണ്ട് വലിയ വണ്ടികൾ കയറിയ ബ്ലോക്കായി. അന്ന് നമ്മുടെ നാടിന് ഒരു മുഖ്യമന്ത്രി ഇല്ലാതിരുന്ന കാലത്തോളം അന്ന് നമ്മുടെ നാട് അറിയപ്പെട്ടിരുന്നത് മദ്രാസ്, തിരുവിതാംകൂർ, കൊച്ചി ഭരണം, അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ നാട് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിൽ അന്ന് ഭരണത്തലവനായിരുന്ന കുർമ വെങ്കട്ട റെഡ്ഡി നായിഡു ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നത്. നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ച ബ്രിട്ടീഷ് ഭരണകൂടം ഇന്നും അതിന്റെ ഓർമ്മകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മുടെ നാടിനു വേണ്ടി തൂതപ്പാലത്തിന്റെ പുതിയ പാലം തുറന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ പഴയ പാലത്തിന്റെ മേന്മ അങ്ങനെ നിലനിർത്താനാണ് അധികാരികൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും കൂടി ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു.